എൻ്റെ ചേച്ചിയുടെ അരങ്ങേറ്റമാണ്. അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടാണ് അരങ്ങേറ്റം നടത്തുന്നത്. അപ്പോൾ ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നോട്. ശരി, അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ കാറിലാണ് പോണത്. പൊന്നൂസത പോയിട്ട് കാറിൽ കയറുന്നു. അപ്പോൾ 7 മണിക്കാണ് അരങ്ങേറ്റം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നത് 4:30 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ പോണ പോക്കിൽ ചേച്ചീനെയും അനിയത്തീനെയും മോളേനൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ അവരേനും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വേണം പോവാൻ. അപ്പോൾ അത് അനിയത്തിയാണ്, അമൃതു, അനിയത്തിയുടെ മോള്, പിന്നെ ചേച്ചി, എല്ലാവരും കൂടി ഇതാ ഗുരുവായൂർ വണ്ടി പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ് അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്ക് എത്തിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. അപ്പോൾ ഇതാ മോളെ അമ്മേനായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. പിന്നെ അനിയത്തി മോളും പിന്നെ ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ 2 അനിയത്തിയാൾ, കുഞ്ഞനിയത്തിയാൾ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുക്കണം, ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ മോളെ കൂടെ ഒരു ടീച്ചറുണ്ട്, അവരെ റീൽസൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ പ്രധാന ഹോബി എന്തായിരുന്നു വെച്ചാൽ പ്രാവിനെ പറത്തുക. നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് പ്രാവിനെ പറത്താൻ. അങ്ങനെ മോളും ഫാമിലിയും കൂടിയുള്ള വീഡിയോസ്, ഫോട്ടോസ്. അങ്ങനെ എനിക്കും ഭയങ്കര കൗതുകമായി. ഞാനും പ്രാവിനെ പറത്താൻ കൂടി. പിന്നെ കുഞ്ഞു കുട്ടികളും നല്ലൊരു ഭംഗിയെന്ന് കാണാനായിട്ട്. അപ്പോൾ അത് പൊന്നൂസ് കുറേ സ്റ്റെപ്സൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞു. കാരണം ഫോട്ടോഗ്രാഫർ പോണ ടൈമായി. അപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ പോയി. അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ ആനയുടെ വരവ്. ഇത് അമ്പലത്തിൻ്റെ വടക്കേ നടയാണ്, അന്നഹാള് കുളക്കുള്ള ഭാഗം. അപ്പോൾ ഇത് നമ്മളെ തുമ്പിക്കൈ നീട്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. ആനേനെ ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ എനിക്ക് എന്താണാവും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പേടിച്ചിട്ടാണെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ ഇവർക്കിത് നിർത്താനൊന്നും ആയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. ഇവിടെയാണ് അരങ്ങേറ്റം നടക്കുന്നത്. അങ്ങനത്തെ മോളെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.